ഒരു യുവതി തന്റെ 6 വയസ്സുള്ള മകനുമായി ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. ഇരുവരും പുസ്തകം വായിച്ചുകൊണ്ടിരുന്നു. മറ്റ് യാത്രക്കാരെല്ലാം തങ്ങളുടെ മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കുകയാണ്. അവരിൽ ഒരാൾ യുവതിയോട് ചോദിച്ചു, "ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം സ്മാർട്ട് ഫോണിലും വീഡിയോ ഗെയിമുകളിലുമല്ലേ ശ്രദ്ധ? നിങ്ങളുടെ കുട്ടി മാത്രം പുസ്തകം വായിച്ചിരിക്കുന്നു. ഇവൻ എങ്ങനെയാണ് ഇത്രത്തോളം നിങ്ങളെ അനുസരിക്കുന്നത്?" യുവതി മറുപടി പറഞ്ഞു, "കുട്ടികൾ നമ്മെ അനുസരിക്കുകയല്ല സുഹൃത്തെ, അനുകരിക്കുകയാണ്. കേട്ട് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കണ്ടു പഠിക്കും. ചൊല്ലിക്കൊടുത്ത് പഠിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ നന്നായി ചെയ്ത് കാണിച്ച് പഠിപ്പിക്കാൻ കഴിയും. അനുസരണം നിസ്സഹായതയുടെ മറുപുറമാണ്. ആജ്ഞാശക്തി കൂടുതലുള്ളവരോട് വിധേയത്വവും കൂടും. നിർബന്ധിത അനുസരണമാണ് അടിമത്തത്തിലേക്കുള്ള ആദ്യപടി. ഭയപ്പെടുത്തിയുള്ള അനുസരണം ആത്മവിശ്വാസം കെടുത്തും. അനുകരണം ഒരു സ്വയം പ്രചോദിത പ്രവർത്തനമാണ്. അനുസരണം ഒരു അധികാരാധിഷ്ഠിത നിയന്ത്രണവും. അനുകരിക്കാൻ കഴിയുന്ന നല്ല ആളുകളുടെയും പ്രവൃത്തികളുടെയും അഭാവമാണ് തെറ്റിന്റെ ആരംഭം. പ്രചോദനം നഷ്ടപ്പെടുമ്പോൾ പ്രലോഭനം മുളപൊട്ടും. അനുകരിക്കപ്പെടേണ്ടതെന്തോ അവയെ അളന്ന് തിരിച്ചവതരിപ്പിക്കുക എന്നതാകും മുതിർന്ന തലമുറയുടെ ഏറ്റവും ഭാരിച്ച ഉത്തരവാദിത്തം. വീട്ടിലും നാട്ടിലും അനുകരണ സാധ്യതകളില്ലാതായാൽ പിന്നെ കുട്ടികളാണെങ്കിൽ പോലും തന്നിഷ്ടം പോലെ ആരെയെങ്കിലും അനുകരിക്കും. അനുസരണത്തിന്റെ നിർബന്ധിത സ്വഭാവത്തേക്കാൾ അനുകരണത്തിന്റെ നൈസർഗിക ഭാവങ്ങൾക്കാണ് കൂടുതൽ തെളിമ.